ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീവിദ്യ മുല്ലശ്ശേരി സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ജനപ്രിയ പ്രോഗ്രാമിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകർ നെഞ്ചേറ്റിയ ഒരു താരമാണ്. സ്റ്റാർ മാജിക്കിലെ അനിമോൾ തങ്കച്ചൻ വിദ്ര കോംബോ പോലെ തന്നെ വളരെയധികം ജനപ്രീതി നേടിയ ഒരു കോംബോ ആയിരുന്നു ബിനു അടിമാലി ശ്രീവിദ്യ മുല്ലശ്ശേരി കോംബോ. സ്റ്റാർ മാജിക് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായെങ്കിൽ പോലും സ്റ്റാർ മാജിക്കിലെ താരങ്ങൾക്കെല്ലാം തന്നെ നല്ലൊരു ഫാൻ ഫോളോവേഴ്സ് ഇന്നുമുണ്ട്. ഇവരുടെ എല്ലാം വീഡിയോസ് നമ്മളെല്ലാവരും നിരന്തരം കാണുന്നതുമാണ്. സ്റ്റാർ മാജിക്കിലെ ഫാൻ ബേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ജീവിത വിജയം നേടിയ ഒരു താരമാണ് അനിമോൾ എന്ന് പറയുന്ന അനിക്കുട്ടി. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ടൈറ്റിൽ വിന്നർ ആകാൻ വേണ്ടിയിട്ട് അനിമോളെ ഏറ്റവും അധികം സഹായിച്ചത് ഈ പറയുന്ന സ്റ്റാർ മാജിക്കിലെ ഫെയിം തന്നെയാണ്. അനിമോളെ പോലെ ഫെയിമുള്ള മറ്റൊരു താരം കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ എൻ്റർ ആയിട്ടില്ല എന്നുള്ളതായിരുന്നു വസ്തുത. ധാരാളം സീനിയർ താരങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഷാനവാസിനെ പോലുള്ള മികച്ച സീരിയൽ താരങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ പോലും അനുമോൾക്കുണ്ടായിരുന്ന അത്രയും ഫാൻ സപ്പോർട്ട് അവർക്ക് ആർക്കും ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. എന്തായാലും കഴിഞ്ഞിടയ്ക്കാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം പുറത്തേക്ക് വന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു. ശ്രീവിദ്യ മുല്ലശ്ശേരി അവരുടെ യൂട്യൂബ് ചാനലിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു റീൽ ചെയ്തിരുന്നു, ഒരു വിഷു സ്പെഷ്യൽ വ്ലോഗ്. ഈ ഒരു വ്ലോഗിനകത്ത് ഇവരൊരു ട്രേഡിംഗ് ആപ്പ് പരിചയപ്പെടുത്തി. ഇവരുടെ വീഡിയോ കണ്ട് ആ ഒരു ട്രേഡിംഗ് ആപ്പ് വിശ്വസിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തു. ആ പണം അയാൾക്ക് റിട്ടേൺ കിട്ടാതെ വന്നപ്പോൾ അയാൾ കേസിന് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പറയുന്ന ട്രേഡിംഗ് ആപ്പിന് ഇന്ത്യയിൽ അഡ്രസ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ കോടതി ശ്രീവിദ്യ മുല്ലശ്ശേരിനെ പ്രതിയാക്കുന്നു. ഇതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ കോടതി ഇഷ്യൂ ചെയ്ത അറസ്റ്റ് വാറന്റും എല്ലാം തന്നെ ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞതാണ്. എന്തായാലും ഇതിനെല്ലാം ശേഷം ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന താരം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ശ്രീവിദ്യ മുല്ലശ്ശേരിയുടേതായിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബൈറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകും. എനിക്കിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് പോകാനാണോ അതോ സിനിമയിലേക്കൊക്കെ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഞാൻ 10 പടവും ചെയ്തു. അല്ല, ഇനിയും സിനിമകൾ ചെയ്യുന്നുണ്ടോ? നല്ല അവസരങ്ങൾ വരുമ്പോൾ ചെയ്യാം. നായികയായിട്ട് മാത്രമാണോ അതോ എല്ലാ ക്യാരക്ടറും? എനിക്ക് അതിനേക്കാളും നല്ലതാണ് നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന കുഴപ്പമില്ല. ദയവ് ചെയ്ത് കഴിഞ്ഞ തവണ ചെയ്ത കണക്കുള്ള വിഷു സ്പെഷ്യൽ വ്ലോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അണ്ണാക്കിലോട്ട് അടിച്ചു തരുന്ന വ്ലോഗുകളൊന്നും കാര്യങ്ങളൊന്നും ചെയ്തേക്കില്ല. ഒരുത്തിന് പോയത് 1.25 ലക്ഷം രൂപയാണ്. അതുകൂടാതെ അവൻ കേസിനും കൂട്ടത്തിനും നടന്നു പോയ കാശ് വേറെ. ആ ക്യാഷ് പോലും ഇതേവരെ ബൗദ്ധ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദയവ് ചെയ്ത് ഇനിയും ജനങ്ങളെ ആപ്പിലാക്കുന്ന ആപ്പുകളും കൊണ്ട് വരരുത്. അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു കേസിൽ നിന്നൊക്കെ തലയൂരി പുറത്തേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നടി തന്നെയാണ്. കാരണം ഇത്രയധികം ഒരു തട്ടുകേട് വന്നിട്ടും മീഡിയാസിന് മുന്നിൽ വന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ചിരിച്ചും കളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗട്ട്സ് വേണം. ആ ഗട്ട്സ് നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങളത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങളൊരു മികച്ച നടി തന്നെയാണ്. ആ ഒരു ആക്ടിങ് ഫീൽഡുമായിട്ട് മുന്നോട്ട് പോവുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നായിക സങ്കല്പങ്ങളൊക്കെ ഇപ്പം തകർന്നു വീണില്ലേ മലയാള സിനിമയിൽ? സൂപ്പർ ഹീറോ വല്ല പടവും നോക്കുന്നുണ്ടാ? സൂപ്പർ ഹീറോ പടം എന്തെങ്കിലും നോക്കുന്നുണ്ടാ? ലോകയൊക്കെ പോലെ നോക്കണ്ടോ? ഈ പറയണേട്ടൊന്നും ഡെയിലി എന്റെ വീട്ടില് സ്ക്രിപ്റ്റ് വന്നിട്ട് എനിക്ക് അതിന് സ്ഥലമില്ല. ചേട്ടന് എല്ലാത്തിനും സപ്പോർട്ടാണോ? പിന്നെ ഞാൻ അങ്ങനെ വളർത്തി വലുതാക്കിയത്. ചേട്ടൻ എല്ലാത്തിനും സപ്പോർട്ടാണോ അവൻ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ വളർത്തി വലുതാക്കിയത്. ഓക്കെ, താങ്ക് യു. എടാ, ആകപ്പാട് അതിന് 5 വട്ട പടമേ ഉള്ളൂ. ഒരു പഴയ ബോംബ് കഥ, പിന്നെ നമ്മുടെ അന്നാബിൻ്റെ നായികയായിട്ട് വന്ന ഒരു സിനിമയില്ല ഇന്ദ്രിയത്തേക്കുള്ള ആ ഒരു പടം. ഈ 2 പടമേ ഇവരുടേതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടാതെ വേറെയും കുറച്ച് സിനിമകളിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ 2 സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് അന്നാബിൻ നായികയായിട്ട് വന്ന സിനിമയ്ക്കകത്ത് ഇവർ മുടിയൊക്കെ വെട്ടിയിട്ട് വെള്ളം അടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ട് വരുന്നത്. അത് ഞാൻ കണ്ടതാണ്. അത് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയായിരുന്നു. പക്ഷേ പഴയ പോകുമ്പോഴേ കുഴപ്പമില്ല. ബാക്കിയുള്ള സിനിമകളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല കഴിവുണ്ട്, അഭിനയിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും. പോരാതരം ഭർത്താവ് ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയൊക്കെ നല്ല ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ബൈറ്റിനിടയ്ക്ക് രേണുസുതിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
ഇല്ല, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അല്ല, ആ ന്യൂസ് ഫേക്ക് ആണെന്ന് കമന്റ് വരുന്നല്ലോ, അത് വല്ലതും അറിയും? ശരിക്കും അങ്ങനെ ഇഷ്യൂ ഉണ്ടോ? ഹോസ്പിറ്റലൈസ്ഡ് ആണോ ആള്? കമന്റ്സിലൊക്കെ വരുന്നുണ്ട് ആള് കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ എനിക്ക് അറിയില്ല ഫേക്ക് ആണെന്ന്. അതൊന്നും ആരും പറയില്ല. അല്ല, അവൾക്ക് വയ്യ. ഞാൻ കണ്ടതാണ് വീഡിയോ കോൾ. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അവൾക്ക് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് കുറെ ആയിട്ട് അവൾക്ക് വയ്യായിരുന്നു. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്ന അപ്ഡേറ്റ് അവരുടെ മൂന്നാമത്തെ കീമുമായിട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കണ്ടന്റ് എടുക്കാത്ത കാരണം തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാൻ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ബെറ്റർ ആയിട്ട് വരും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്താണ് അവരുടെ ചാനലിന് 1,00,000 സബ്സ്ക്രൈബർ ആയതിൻ്റെ പ്ലേ ബട്ടണും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശ്രീവിദ്യ പറഞ്ഞ കണക്ക് തന്നെ ഒരസുഖം ഉണ്ടെന്ന് ആരും കള്ളം പറയില്ല. പക്ഷേ രേണു പറയുന്നത് കള്ളമാണ് എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന കുറേയധികം ആളുകൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് രേണുവിൻ്റെ തന്നെ കയ്യിലിരിപ്പാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മറ്റൊന്നുമല്ല, രേണു കുറേയധികം ആളുകളെ വെറുപ്പിച്ചു. ആ ആളുകൾ ഇവരെ വെറുക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ വെറുത്തു. അതുകൊണ്ട് തന്നെ നാളെ ഇവർ മരണപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത കേൾക്കാനാണ് കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ നാളെ നമ്മുടെ RCCയിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ വന്നിട്ട് ലൈവായിട്ട് രേണുസുധീനെ ടെസ്റ്റ് ചെയ്ത് ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ പോലും അതും ക്യാഷ് കൊടുത്തുണ്ടാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയാൻ പോരുന്ന സിറ്റുവേഷനിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നത് രേണു ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രത്തോളം തരം താണ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ പൊതുജനവും മാറിയിട്ടുണ്ട്. എന്തായാലും രേണുസുധി റിക്കവറായിട്ട് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എപ്പോഴൊന്നും വീഡിയോ ചെയ്തില്ലെങ്കിലും അവർക്ക് സപ്പോർട്ട് വേണ്ട സമയങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് രേണു ചേച്ചി. അങ്ങനെയല്ലേ വേണ്ടേ? എല്ലാവർക്കും പറ്റാത്ത കാര്യമാണത്. തളർന്നു പോകും ചിലരൊക്കെ. ഒരു അസുഖം വരുന്ന സമയത്ത് വീണു പോകും. ഇത് ദൈവാധീനമല്ലേ? അങ്ങനെയൊക്കെ പറ്റുന്നത് തന്നെ വലിയ കാര്യമല്ലേ? സ്റ്റാർ മാജിക്കിന്റെ പുതിയ അപ്ഡേറ്റ് തിരിച്ചു വരുമോ? അങ്ങനെ സ്റ്റാർ മാജിക് ഇല്ല. 5-6 വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചു. സോ രേണുസുധി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് ചില ആളുകളെ ചൊടിപ്പിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് മുന്നിലേക്ക് ഇനിയിപ്പം മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോസ് ചെയ്താലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടുന്ന കൊളാബറേഷൻ കൊണ്ടൊക്കെ അവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ആ കിട്ടുന്ന പണം കൊണ്ട് വേണം അവരുടെ ചികിത്സ നടക്കാനും അവരുടെ കുഞ്ഞിൻ്റെ പഠിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഉണ്ടാവട്ടെ. അവർ നല്ല നല്ല വീഡിയോസ് വരട്ടെ എന്ന് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. കോൺട്രവേഴ്സികളിലൊന്നും ചെന്ന് തല വെക്കാതെ കൃത്യമായിട്ട് അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിൽ നിന്ന് അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനൊരു ആശ്വാസമാവുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് റിക്കവർ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അടച്ചുപൂട്ടി വീട്ടിലിരിക്കണമെന്നൊന്നും ആരും പറയരുത്. അതൊക്കെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. അത് മാറുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം, ഇനി ആ ഒരു പ്രോഗ്രാം തിരിച്ചു വന്നാൽ പഴയ പോലെ ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വർഷം ഇത്രയായി. അതേപോലെ തന്നെ പഴയ താരങ്ങളിൽ പലരും ഇന്ന് ആ ഒരു കോമഡി ലെവലിൽ നിന്നൊക്കെ മാറുന്നുണ്ട്. നമുക്കറിയാം അസീസൊക്കെ നല്ല ഒരു പെർഫോമർ ക്യാരക്ടറൊക്കെ ചെയ്ത് സിനിമയിലേക്ക് ഫലിപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് വീണ്ടും കോമഡി റോളുകൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒട്ടും അക്സെപ്റ്റബിളും അല്ല. അതേപോലെ തന്നെ ഡയാനയാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ക്യാരക്ടർ റോളുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ സിനിമകളിലും മറ്റൊക്കെ ചെയ്തു വരികയാണ്. ഈ ശ്രീവിദ്യയും അനുമോളും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഇനിയും വീണ്ടും ഇവർ വന്ന് ആ ഒരു പഴയ കോമഡി ഷോ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. അഥവാ ഇനി സ്റ്റാർ മാജിക് റീലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാസ്റ്റിന് പകരം മറ്റൊരു ടീമിനെ പ്രിഫർ ചെയ്ത് ആ ഷോയോട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതായത് എൻ്റെ ടീമിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു ടീമിനെ കൊണ്ടുവന്ന് പെർഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സക്സസ്ഫുൾ ആവും. അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകും. 100% ഉറപ്പാണ്. കാരണം വർഷം എത്രയായി പലരുടെയും പഴയ കരിയർ ഗ്രാഫ് എല്ലാം മാറിയിട്ടുണ്ട്. പലരും ഇന്ന് നല്ല മികച്ച ആർട്ടിസ്റ്റുകളാണ്.
അതുകൊണ്ട് തന്നെ അവരിനിയും വന്ന് കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശരി, എന്നാ ബൈ.